നമസ്കാരം. ഹരിതസുന്ദരം പരിപാടിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. അളവിലും വ്യാപ്തിയിലും എന്തുകൊണ്ടും സംസ്ഥാന കൃഷി വകുപ്പ് സംസ്ഥാന സർക്കാരിൻ്റെ വലിയൊരു വകുപ്പ് തന്നെ. നെല്ലും നാളികേരവും പച്ചക്കറിയും നാണ്യവിളകളും ഒക്കെയായി സംസ്ഥാനത്തിൻ്റെ ഭക്ഷ്യ സ്വയം പര്യാപ്തതയിലും സംസ്ഥാനത്തിൻ്റെ സമ്പദ്ഘടനയിലും നിർണായക സ്വാധീനം ചെലുത്തുന്ന ഈ വകുപ്പിൻ്റെ സാരഥ്യം വഹിക്കുന്നത് പുതിയ മന്ത്രിസഭയിലെ അംഗമായ ശ്രീ VS സുനിൽകുമാറാണ്. കൃഷി വകുപ്പിനെ കൂടുതൽ ജനപ്രിയമാക്കുവാനും അഴിമതി രഹിതമാക്കുവാനും ധാരാളം കർമ്മപദ്ധതികൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട്. കൃഷിമന്ത്രി ശ്രീ VS സുനിൽകുമാറാണ് ഇന്ന് നമ്മുടെ അതിഥി. ഹരിതസുന്ദരവുമായി അദ്ദേഹം മനസ്സ് പങ്കുവയ്ക്കുന്നു. സ്വാഗതം ചെയ്യാം ശ്രീ VS സുനിൽകുമാറിനെ ഹരിതസുന്ദരത്തിലേക്ക്. നമസ്കാരം. ശ്രീ VS സുനിൽകുമാർ എന്ന് കേൾക്കുമ്പോൾ കേരളീയരുടെ മനസ്സിൽ പോരാട്ടത്തിൻ്റെ ചിത്രങ്ങളാണ് വരുന്നത്. പരിയാരം സമരം, പ്രീ ഡിഗ്രി ബോർഡ് സമരം, പോളിടെക്നിക് സമരം, അങ്ങനെ സമരതീക്ഷ്ണമായ ഇന്നലകൾ. പോരാട്ടത്തിൽ നിന്ന് അങ്ങ് ഇപ്പോൾ ഭരണത്തിലേക്ക് വരികയാണ്. പോരാട്ടം അവസാനിപ്പിച്ചോ അതേ പോരാട്ടവും ഭരണവും തുടരുമോ? ഭരണം തന്നെ ഒരു പോരാട്ടമാണ്. കാരണം ഭരണം എന്ന് പറയുന്നതിൽ രണ്ട് രീതിയിൽ ഭരിക്കാൻ പറ്റും. ഒന്ന് ഭരിക്കുക എന്ന് പറഞ്ഞാൽ അധികാരത്തിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ അധികാരം കൂടുതൽ പ്രയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ് ഭരണത്തിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു മുഖം. അപ്പോൾ ജനങ്ങൾക്ക് അധികാരം കൂടുതൽ നമ്മൾ അനുവദിച്ചു കൊടുത്താൽ ഭരണാധികാരി വളരെ റിലാക്സ്ഡ് ആയിരിക്കും. അപ്പോൾ ജനാധിപത്യത്തിൽ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നതാണ് ജനങ്ങൾക്ക് കൂടുതൽ അധികാരം കൊടുക്കുക. അപ്പോൾ ജനങ്ങളിൽ നമ്മൾ കാര്യങ്ങൾ സമർപ്പിക്കുക, ജനങ്ങളിൽ വിശ്വാസം അർപ്പിക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഭരണാധികാരികളും ജനങ്ങളും തമ്മിൽ അകലം കുറയും. അപ്പോൾ ആ രീതിയിൽ ഒരു ഭരണം നടത്തുക എന്നുള്ളതാണ് LDF പൊതുവെ ഞങ്ങൾ അനുവർത്തിക്കുന്നൊരു ഭരണനയം. അപ്പോൾ അതനുസരിച്ചാണ് എൻ്റെ ഭരണം നടക്കുന്നത്. ഭരണവും പോരാട്ടം തുടരും. അതെ. ഇപ്പോൾ കൃഷിമന്ത്രി എന്ന നിലയിൽ എല്ലാവരും, നമ്മുടെ അഭിമുഖം കാണുന്ന പ്രേക്ഷകരെല്ലാവരും കരുതുന്നത് നെല്ലാണ്. എല്ലാവരുടെയും മനസ്സിൽ ആദ്യം ഒരു ചിത്രം വരും. നെൽകൃഷി അങ്ങേക്ക് അറിയാവുന്നതുപോലെ തന്നെ ഏതാണ്ട് 5 വർഷം കൊണ്ട് ഏതാണ്ട് 28,000 ഹെക്ടറോളം കുറഞ്ഞു. ഇപ്പം വളരെ തുച്ഛമായി 2 ലക്ഷം ഹെക്ടറോ മറ്റോ ഉണ്ട്. അതിൽ നിരവധി പ്രശ്നങ്ങളുണ്ട്. നെൽകൃഷി കുറയാനുണ്ടായ നിരവധി കാരണങ്ങളുണ്ട്. തൊഴിലാളികളുടെ കൂലി വർധനവ്, അതോടൊപ്പം വിളവിന് വില കിട്ടുന്നില്ല, അത്തരത്തിലുള്ള നിരവധി പ്രശ്നങ്ങളുണ്ട്. എന്തെങ്കിലും ഇതിന് നല്ലൊരു ഭാവി ഉണ്ടാവും എന്നങ്ങ് കരുതുന്നുണ്ടോ? നെല്ലിന് നല്ല ഭാവി ഉണ്ടാവും. കാരണം നെല്ലിനെ ഒഴിവാക്കിക്കൊണ്ട് എനിക്ക് എല്ലാത്തിനും മുന്നോട്ട് പോകാൻ സാധ്യമല്ല. അപ്പോൾ നെൽകൃഷി എന്ന് പറയുന്നത് ജനങ്ങൾക്ക് കുറേ കാര്യം മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ നമ്മുടെ ധാരണ നെൽകൃഷി എന്ന് പറഞ്ഞത് നമ്മുടെ അരിക്ക് വേണ്ടിയിട്ടുള്ളൊരു ഉൽപ്പാദന കേന്ദ്രം എന്ന നിലയിലാണ്. അപ്പോൾ അരി ആന്ധ്രയിൽ നിന്ന് കിട്ടാനുണ്ടെങ്കിൽ നമുക്കിവിടെ ഉൽപ്പാദിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ജനങ്ങൾക്കൊരു പൊതു കാഴ്ചപ്പാട്, നമുക്കിവിടെ അരി ഉൽപ്പാദിപ്പിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് നെല്ല് അരിയും ആന്ധ്രയിൽ നിന്ന് വരുന്നുള്ളതുകൊണ്ട് നമ്മുടെ കയ്യിലാണെങ്കിൽ കുറേ പൈസ ഈ ഗൾഫ് മണി നമുക്ക് വരാൻ തുടങ്ങിയപ്പോഴാണ് നമുക്ക് അത്ര ആഗ്രഹങ്ങളും ചിന്തകളൊക്കെ ഉണ്ടായി തുടങ്ങിയത്. അപ്പോൾ ഇവിടെ കാരണം നെല്ലുൽപ്പാദി കഷ്ടപ്പെടുന്നൊരു കാര്യമാണ് കൃഷിക്കാർ. അപ്പോൾ അതിനകത്ത് ജോലിക്കാരെ കിട്ടാനില്ല, അതിൻ്റേതായ റിസ്ക്കുകളൊക്കെ വരുമ്പോൾ നമുക്കാണെങ്കിൽ മറ്റ് സോഴ്സുകളിലൂടെ പണം കിട്ടാനും വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അരി, പണ്ട് കാലത്ത് ആളുകൾ 2 രീതിയിലാണ് അരി ഉപയോഗിച്ചിരുന്നത്. ഒന്ന്, കൃഷിയുള്ള ആൾക്കാർ അവരുടെ കൃഷി സ്ഥലത്തുണ്ടാക്കുന്ന നെല്ല് അവരുപയോഗിച്ച് അവർ വീട്ടിൽ പത്താഴത്തിൽ സൂക്ഷിച്ച് വെച്ചിട്ട് അവർ കുത്തി അരിയാക്കി കഴിക്കായിരുന്നു. നെല്ലും ഭൂമി ഇല്ലാത്തവരെന്ത് ചെയ്യും, ഈ നെല്ല് കൊയ്യാൻ പോയിട്ടും നെൽപ്പണിക്ക് പോയിട്ടും അവർ നെല്ല് സമ്പാദിക്കും. അവർ പൈസ സമ്പാദിക്കുന്നതിനേക്കാൾ കൂടുതൽ സ്ത്രീകൾ കൊയ്യാൻ പോയിട്ട് ഒരു കൊല്ലത്തേക്കുള്ള നെല്ല് അവർ സമ്പാദിച്ച് വയ്ക്കും. പുരുഷന്മാർ ബാക്കി. അങ്ങനെ ഒരു രീതി നമ്മുടെ കേരളത്തിൽ സമ്പ്രദായം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ നെല്ല് കൊയ്യാൻ പോയിരുന്ന ആൾക്കാരുടെ മക്കളൊക്കെ ഗൾഫിൽ പോയി പണമൊക്കെ സമ്പാദിക്കാനും കുറച്ച് സാമ്പത്തികമായിട്ട് ചുറ്റുപാട് വന്നപ്പോൾ ഈ അമ്മമാർ അങ്ങനെ അവർ പണിക്ക് പോവാതായി തുടങ്ങി. ഇവരാണെങ്കിൽ നെൽകൃഷി ചെയ്യുന്നവരാണെങ്കിൽ സ്വാഭാവികമായിട്ട് അവരും ഇതിൽ നിന്ന് മാറാൻ തുടങ്ങി. അങ്ങനെ ഒരു രീതിയിൽ നെല്ല് നമ്മൾ സത്യം പറഞ്ഞാൽ നെൽകൃഷിയിൽ നിന്ന് പതുക്കെ അങ്ങനെ തുടങ്ങിയതാണ്. പിന്നെ പല കാരണങ്ങളുണ്ട് നെൽകൃഷി നമ്മൾ മാറിപ്പോയി. അപ്പോൾ അതിനെ തുടർന്ന് സംഭവിച്ചത് ഒരു 63 മുതലുള്ള നമ്മുടെ നെല്ലിൻ്റെ വിസ്തൃതി നോക്കിയാൽ കുറഞ്ഞ് ഒരു 13 ലക്ഷം ഹെക്ടറിൽ കുറഞ്ഞ് 1,95,98 എത്തി. ഇത് ഭയാനകമായിട്ടുള്ളൊരു കുറവാണത്. അപ്പോൾ ഇതിൽ നമുക്കൊരു 2-3 കാര്യം മനസ്സിലായത്,
ഈ നെല്ല് കൃഷി ചെയ്യുന്നത് നെല്ലിന് വേണ്ടി മാത്രമല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതാണ് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത്. അപ്പം നെൽകൃഷിക്ക് വേണ്ടിയിട്ടല്ല നെൽകൃഷി സ്ഥലം നിലനിർത്തിക്കൊണ്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഇക്കോളജിക്കലായിട്ടുള്ളൊരു വളരെ വലിയ ഒരു ധർമ്മം നിർവഹിക്കപ്പെടുന്നുണ്ട് പ്രകൃതിയുമായി ബന്ധപ്പെട്ട്. ഭൂഗർഭ ജലസമ്പത്തിൻ്റെ ഗണ്യമായ ശോഷണത്തിൻ്റെ ഒന്നാമത്തെ കാരണം നെൽവയൽ നികത്തപ്പെട്ടതാണ്. അതിനെ തുടർന്നുണ്ടായിട്ടുള്ള വലിയ പ്രത്യാഘാതങ്ങളാണ് ഈ വരൾച്ചയ്ക്കും വെള്ളപ്പൊക്കത്തിനും ഗണ്യമായ വർദ്ധിച്ചു വരുന്ന ചൂടിൻ്റെയൊക്കെ കാരണങ്ങളിലൊന്ന് ഈ നെൽകൃഷിയുടെ പാടശേഖരങ്ങളുടെ തകർച്ചയാണ്. പാടശേഖരങ്ങൾ നെൽകൃഷി സ്ഥലം മാത്രമല്ല, ഒരു വലിയ ആവാസ വ്യവസ്ഥ പോലത്തെ ഒരു സ്ഥലമാണ്. അപ്പോൾ ഇത് നമുക്ക് വേണ്ടത്ര തിരിച്ചറിയാൻ ജനങ്ങൾക്ക് സാധിച്ചിട്ടില്ല, സർക്കാരുകൾക്ക് സാധിക്കാതെ പോയി, കൃഷിക്കാർക്ക് സാധിക്കാതെ പോയി. ഇന്ന് ജനങ്ങൾ അത് തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് ഇനി നെൽകൃഷിയുടെ ഒരു ഭാവി ശോഭനമായേ പറ്റൂ. അപ്പോൾ അതുകൊണ്ടാണ് LDF ഗവൺമെൻറ് ആ രീതിയിലൊരു സമീപനം നെൽകൃഷിയെ സംബന്ധിച്ചെടുക്കുന്നത്. അത് ഞങ്ങൾക്ക് വിജയിപ്പിക്കാൻ കഴിഞ്ഞാൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു 3 ലക്ഷം ഹെക്ടറിലേക്കെങ്കിലും നമ്മുടെ നെൽകൃഷിയെ വീണ്ടും തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഒരു വലിയ ശ്രമം നമ്മൾ നടത്തിയാൽ സാധിക്കും. അത് സാധിച്ചാൽ നമ്മുടെ പ്രൊഡക്ഷൻ ഇപ്പോൾ ഒരു 5.96 നമ്മുടെ നെല്ലിൻ്റെ അരിയുടെ ഉൽപ്പാദനം, നെല്ലൊരു അരി ഉൽപ്പാദിപ്പിക്കും. അപ്പോൾ അത് നമുക്ക് ഒരു 7-7.5 ടൺ ലക്ഷത്തിലേക്കോ 10 വരെയൊക്കെ എത്തിക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ ഉൽപ്പാദനം വർദ്ധിക്കും. സ്വാഭാവികമായിട്ട് ഉൽപ്പാദനം വർദ്ധിക്കും. കുറച്ചൊരു സ്വയം പര്യാപ്തത കുറച്ചെന്ന് പറഞ്ഞാൽ നമുക്കൊരു 30-40% പറ്റുള്ളൂ. പക്ഷേ കമ്പാരിറ്റീവ്ലി നമുക്കൊരു നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയും. അതുപോലെ തന്നെ ഈ തരിശ് ഭൂമി ധാരാളം കിടക്കുന്നുണ്ട്. പ്രത്യേകിച്ചും സർക്കാരിൻ്റെ തന്നെ സർവകലാശാലകളുടേത്, പൊതുമേഖലാ സ്ഥാപനങ്ങളുടേത്, അങ്ങനെ ധാരാളം തരിശ് ഭൂമി. അതിനൊരു ഡാറ്റാ ബാങ്ക് കേരളത്തിലില്ല. അപ്പോൾ അത് ഉണ്ടാക്കേണ്ടത് അത്യാവശ്യമല്ലേ? അവിടെ അതിലിപ്പോൾ ഇപ്പം ഞാനിത് പരിശോധിച്ചപ്പോൾ ഈ നമ്മുടെ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിന് 64 ഫാമുണ്ട്. ഈ ഫാമുകളിൽ ധാരാളം തരിച്ചു കിടക്കുന്നുണ്ട്. യൂണിവേഴ്സിറ്റികളുടെ സ്ഥലം തരിച്ചു കിടക്കുന്നുണ്ട്. സർക്കാർ സ്ഥലങ്ങൾ തരിച്ചു കിടക്കുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് സ്ഥലം തരിച്ചു കിടക്കുന്നുണ്ട്. സർക്കാരിൻ്റെ കണക്ക് പ്രകാരം തന്നെ ഏകദേശം ഒരു 95,000-ലധികം ഹെക്ടർ സ്ഥലം കൾട്ടിവേബിൾ ആയിട്ടുള്ള ഫെലോ ലാൻഡ് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞാൽ വലിയൊരു സംഭവമായിരിക്കും. അപ്പോൾ അതിന് നമുക്കൊരു കൂട്ടായൊരു പരിശ്രമം ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഗവൺമെൻറ് ഒരു നല്ലൊരു മൂവ്മെൻറ്റ് നടത്താൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അപ്പോൾ അതിന് നല്ല പ്രോത്സാഹനം കൊടുക്കണം. പിന്നെ കൃഷി ചെയ്യാതിരിക്കുന്നതിന് കാരണം എന്താണോ അതിന് പരിഹാരം ഉണ്ടാക്കണം. പിന്നെ തടസ്സങ്ങൾ എന്താണെങ്കിൽ അത് മനസ്സിലാക്കണം. അപ്പോൾ അതിനൊരു ഡാറ്റാ ബാങ്ക് എന്ന നിലയിലല്ല, ഓരോ കൃഷിഭവനിൽ കീഴിലുള്ള തരിച്ചു കിടക്കുന്ന ഭൂമിയെ സംബന്ധിച്ചുള്ള വ്യക്തമായൊരു ഡാറ്റ ഉണ്ടാക്കുക നമ്മൾ. എന്നിട്ട് അത് എന്തുകൊണ്ടാണ് തരിച്ചു കിടക്കുന്നത്, അതിൻ്റെ റീസൺസ് എന്താണ്, അത് ഓരോന്നും നമ്മളെങ്ങനെയാണ് പരിഹരിക്കേണ്ടതിൻ്റെ ആക്ഷൻ പ്ലാൻ, ഇതിന് നിർദ്ദേശം താഴെ കൊടുത്തിട്ടുണ്ട്. അത് ഞങ്ങളെല്ലാം കൂടി ബ്ലോക്ക് അടിസ്ഥാനത്തിൽ അതും ജില്ലാ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ബ്ലോക്ക് അടിസ്ഥാനത്തിലും ഒക്കെ ഉണ്ടാക്കുന്ന കണക്ക് വെച്ചുകൊണ്ട് MLA-മാർ മുഖാന്തരം അവരുടെ മണ്ഡലങ്ങളിൽ ഈ തരിച്ചു കിടക്കുന്ന ഭൂമി കൾട്ടിവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ പഞ്ചായത്തിൻ്റെ ഫണ്ടും, ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഫണ്ടും, ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ടും, MLA ഫണ്ടും, അതേസമയത്ത് ഗണ്യമായ സർക്കാരിൻ്റെ ഫണ്ടും കൂടി ചേർത്ത് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിക്കൊണ്ട് ഇത് നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ളൊരു പരിപാടി ഞങ്ങൾ ആവിഷ്കരിക്കുന്നുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ വിള ഏതാണെന്ന് ചോദിച്ചാൽ നിസ്സംശയം പറയാം നാളികേരമാണ്. നാളികേര കർഷകരുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നാളികേരത്തിനൊരു താങ്ങുവില ഉറപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതോടൊപ്പം തന്നെ നാളികേരം ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ വേണ്ടി കൃത്യമായ നൂതന സാങ്കേതികവിദ്യ ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നൊരു പരാതി ഉണ്ട്. അതിന് പ്രധാന കാരണം നമ്മുടെ പ്രധാനപ്പെട്ട ഉൽപ്പന്നം നാളികേരാണെങ്കിലും നമുക്ക് കേരഫഡ് VV രാഘവൻ ഉണ്ടാക്കിയതാണ്. വലിയ ഒരു പ്രതീക്ഷയോടെ ഉണ്ടാക്കിയതാണ്. പക്ഷേ അതിനുശേഷം അതിൻ്റെ എയിം നഷ്ടപ്പെടുത്തി കളഞ്ഞു. നാളികേര വികസന ബോർഡ് ഉണ്ട്, നാളികേര വികസന കോർപ്പറേഷൻ ഉണ്ട്. കോർപ്പറേഷൻ ഏകദേശം ഭരണശൈലിയിലേക്ക് കിടക്കുകയാണ്. ഇതൊക്കെ നമുക്കുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിലും ഈ നാളികേരം പ്രധാനപ്പെട്ട ഉൽപ്പാദനമായിട്ട് കേരളത്തിൽ മാത്രമാണ് നാളികേരത്തിൻ്റെ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന ഏറ്റവും പിറകിൽ പോയി നമ്മളാണ്. അതിൻ്റെ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞില്ല. ഇപ്പോൾ ശ്രീലങ്ക, ഫിലിപ്പൈൻസ്, അന്യരാജ്യങ്ങൾ പ്രൊഡക്ടിവിറ്റി വളരെ വലുതാണ്. നീരായാലും ബ്രിഡ്ജിങ് കോക്കനട്ട് ഓയിൽ എല്ലാ കാര്യത്തിലും. പോട്ടെ, നമ്മുടെ കേരളത്തിൽ തൊട്ടടുത്ത് കിടക്കുന്ന കർണാടക, തമിഴ്നാട് പോലും നമ്മളെക്കാൾ മുമ്പിൽ പോയി പ്രൊഡക്ഷൻ്റെ കാര്യത്തിൽ പോയി. ഇനി വാല്യൂ അഡീഷൻ പ്രൊഡക്ഷൻ്റെ കാര്യത്തിലാണെങ്കിൽ ലോകത്തിൻ്റെ ഏറ്റവും പിറകിൽ നമ്മളാണ്.
അപ്പോൾ ഇങ്ങനെ പല ഘടകങ്ങൾ നമുക്ക്, പിന്നെ മാത്രമല്ല തെങ്ങിന് പണ്ടുണ്ടായിരുന്നതിനേക്കാളും വലിയ തോതിലുള്ള കാറ്റുവീഴ്ച പോലുള്ള രോഗങ്ങളും അതുപോലെ മണ്ടരി രോഗങ്ങളൊക്കെ ബാധിച്ചതിനെ തുടർന്ന് ഇതുവരെ മരുന്ന് കണ്ടുപിടിക്കാൻ നമ്മുടെ കാർഷിക സർവകലാശാലയ്ക്ക് പോലും സാധിച്ചിട്ടില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ രോഗം ബാധിച്ചും മിസ്മാനേജ്മെൻറ്റ് കൊണ്ടും ദീർഘവീക്ഷണമില്ലായ്മ കൊണ്ടും ഒക്കെ തന്നെ നമുക്ക് തെങ്ങിൻ്റെ കാര്യത്തിൽ നമ്മൾ വളരെ വലിയ പരാജയം സംഭവിച്ചു എന്നുള്ളതാണ്. അത് അതിന് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിൽ അർത്ഥമൊന്നുമില്ല. പക്ഷേ ഇനി നമുക്കതിനെ എങ്ങനെ പരിഹരിക്കാൻ കഴിയുമെന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടി LDF ഞങ്ങളൊരു പല പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലൊന്ന് ഇപ്പോൾ തെങ്ങിന് നാളികേരത്തിന് താങ്ങുവില 25 രൂപ ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. അത് 27 ആക്കി വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു ഈ സർക്കാർ. പക്ഷേ അതുകൊണ്ട് മാത്രം കാര്യമില്ല. കാരണം 300 നാളികേരം സംഭരിക്കുന്ന കേന്ദ്രങ്ങളാണ് കേരളത്തിലുള്ളൂ. അത് തന്നെ കൃഷിക്കാർക്ക് പണം കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതിൻ്റെ കാര്യത്തിൽ അതിൻ്റെ സാമ്പത്തികമായിട്ടുള്ള മാനേജ്മെൻറ്റ് വളരെ ഫെയിലിയറാണ്. അപ്പോൾ ഞങ്ങൾ അതിനകത്തൊരു മാറ്റം വരുത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിൻ്റെ കൃത്യമായി കൃഷിക്കാർക്ക് പണം കിട്ടാനും സംഭരിക്കാനും സംഭരിച്ചത് സംസ്കരിക്കാനും സംസ്കരിച്ച് വൈവിധ്യമാർന്ന പ്രൊഡക്ഷൻ ഉണ്ടാക്കാനും അതിന് മാർക്കറ്റ് കണ്ടെത്താനും വേണ്ടിയിട്ട് ശ്രമം നടക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം, കേരളത്തിൽ ഇന്ന് ജനങ്ങളെല്ലാവരും ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ ഇപ്പോൾ നമ്മുടെ വെർജിൻ കോക്കനട്ട് ഓയിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് കുടിക്കാം. ഏറ്റവും നല്ല കൊളസ്ട്രോളാണ്. കുഞ്ഞുങ്ങൾക്ക് വരെ. നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണെന്ന് വെച്ചാൽ അമേരിക്കൻ ഗ്ലോബീനെ വഴങ്ങിക്കൊണ്ടുവന്ന് വെളിച്ചെണ്ണയാണ് നമുക്ക് ഏറ്റവും കുഴപ്പം. ഹാർട്ട് അറ്റാക്ക് വരുന്ന ആൾക്കാർ വെളിച്ചെണ്ണ തേക്കാൻ പോലും പാടില്ല എന്ന് പറഞ്ഞ് പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ടും ജനങ്ങൾ നാളികേരം തന്നെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന നാളികേര തന്നെ ഉപയോഗിച്ചില്ല. ഇപ്പോൾ നാളികേരത്തിൻ്റെ വെളിച്ചെണ്ണ ജനങ്ങളെല്ലാവരും സ്വീകരിക്കുകയാണ്. അപ്പോൾ സംഭവിക്കുന്ന കാര്യം എന്താ അറിയോ? ഞാൻ മനസ്സിലാക്കുന്നത് ഒരു 60% വെളിച്ചെണ്ണയെങ്കിലും മായം കലർന്ന വെളിച്ചെണ്ണയാണ് കേരളത്തിൽ. മായം കലർന്ന വെളിച്ചെണ്ണ കേരളത്തിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. വെളിച്ചെണ്ണ മില്ലുകളിലൂടെ ഈ പാരാഫിൻ പോലെയുള്ളതും അതുപോലെ തന്നെ മറ്റ് പല ഓയിലുകളും ചേർത്ത് വെളിച്ചെണ്ണയെ മലിനമാക്കിയിട്ടുള്ള വിൽപ്പനയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് കർക്കശമായിട്ടുള്ള നിയന്ത്രണം ഏർപ്പെടുത്തും. ഫുഡ് സേഫ്റ്റി കമ്മീഷനും കൂടി ആലോചിച്ച് ഞാൻ 2 മീറ്റിംഗ് കഴിഞ്ഞു. ഇതിന് നമ്മൾ ഇവിടുത്തെ വെളിച്ചെണ്ണയിൽ മായം കലർത്തുന്നതിനെതിരായിട്ടുള്ള നല്ല ശക്തമായ നടപടി സ്വീകരിക്കുക, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന ഞങ്ങളുടെ കെയർഫെഡിൻ്റെ നാളികേരത്തിൻ്റെ ഉൽപ്പാദനം നടത്തുന്ന വെളിച്ചെണ്ണ 100% പെർഫെക്റ്റ് പ്യുവറാണ്. അതിൻ്റെ പ്രൊഡക്ഷൻ വർദ്ധിപ്പിച്ച് മാർക്കറ്റ് കൂടുതലാക്കുക. നല്ല മില്ലുകൾ നല്ല വെളിച്ചെണ്ണ കൊടുക്കുന്നത് നമ്മുടെ കേരളത്തിൽ ഉണ്ട്. അവിടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? ഇവിടുത്തെ സത്യസന്ധമായി നടത്തുന്ന മില്ലുകാരുടെ പ്രശ്നം എന്താ? അവർ നല്ല വെളിച്ചെണ്ണ ഉൽപ്പാദിപ്പിച്ച് മാർക്കറ്റ് കൊണ്ടുവരുമ്പോൾ കച്ചവടക്കാരൻ മേടിക്കില്ല. കാരണം എന്താ? ഇവന് കൊടുക്കും. ഇവൻ ഒരു 100 രൂപയ്ക്ക് അല്ലെ 85 രൂപയ്ക്ക് വെളിച്ചെണ്ണ, അവൻ 30 രൂപയ്ക്ക് വെളിച്ചെണ്ണ കൊടുത്തു പോവാണ്. അപ്പം ലാഭം ആർക്കാ? അപ്പോൾ അവൻ ഈ വെളിച്ചെണ്ണ കച്ചവടക്കാരൻ റീറ്റെയിൽ വ്യാപാരി സംബന്ധിച്ച് ഡ്യൂപ്ലിക്കേറ്റ് പ്രശ്നമല്ല. അപ്പോൾ ഇത് ശക്തമായിട്ടുള്ള നടപടിയിലൂടെ ഈ ഡ്യൂപ്ലിക്കേറ്റ് വെളിച്ചെണ്ണയുടെ വരവ് നിർത്തിക്കഴിഞ്ഞാൽ തന്നെ ഇവിടെ ആഭ്യന്തര ഉൽപ്പാദനത്തിൻ്റെ അനുസരിച്ച് ഇവിടെ വെളിച്ചെണ്ണ വില കയറും. മാത്രമല്ല അതൊന്ന്. പിന്നെ ഈ വെളിച്ചെണ്ണയുമായി ബന്ധപ്പെട്ട് നാളികേരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാല്യൂ അഡീഷൻ പ്രോജക്റ്റുകൾ ഉണ്ടാക്കണം. ഇപ്പോൾ ഞാൻ ഈ നാളികേര വികസന കോർപ്പറേഷൻ്റെ ഒരു മാമത്തുള്ള സ്ഥലത്ത് ഞാൻ പോയി സന്ദർശിച്ചു. അവിടെ വെർജിൻ കോക്കനട്ട് ഓയിൽ ഉണ്ടാക്കാനുള്ള മെഷീൻ കഴിഞ്ഞ ഗവൺമെൻറ് ഉദ്ഘാടനം ചെയ്ത് പോയതാണ്. ആ ട്രയൽ റൺ നടത്തിയിട്ടുള്ള ഒരു ബക്കറ്റ് വെളിച്ചെണ്ണ അവിടെ എപ്പോഴും ഇരിക്കുന്നുണ്ട്. ആ മെഷീനറി അങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള പല സ്ഥാപനങ്ങളും നമ്മുടെ കേരളത്തിൽ. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങളിപ്പോൾ ഒരു 3 സ്ഥലത്തെങ്കിലും കോക്കനട്ട് ഡൈവേഴ്സിറ്റി ഫാം പിന്നെ പാർക്കുകൾ അഗ്രോ പാർക്കുകൾ ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, പലപ്പോഴും കർഷകർക്കൊരു പരാതിയുണ്ട്. കാലം തെറ്റിയാണ് കൃഷിഭവനിൽ പലതും എത്തുന്നത്. അതായത് മഴക്കാലത്ത് നടേണ്ട വിത്തുകൾ വേനൽക്കാലത്തെത്തുന്നു, വേനൽക്കാലത്ത് നടേണ്ടവ മഴക്കാലത്തെത്തുന്നു. കാലം തെറ്റിയുള്ള ഈ ഒരു സംവിധാനം എങ്ങനെ പരിഹരിക്കാൻ? കൃഷി വകുപ്പിൽ നടക്കുന്ന പല തമാശകളും ഇതുപോലെ പല നടക്കുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ ഒരു മാറ്റം വരുന്നത്. നമ്മളിപ്പോൾ കൃഷി ഉദ്യോഗസ്ഥന്മാരൊക്കെ നല്ല മിടുക്കന്മാരും ഒരുപാട് ആളുകളുണ്ട്. അതിലൊരു നല്ല ശതമാനം ആളുകൾ നന്നായി വർക്ക് ചെയ്യാൻ താല്പര്യമായിട്ടുള്ള ആൾക്കാരാണ്. പക്ഷെ അവർ വർക്ക് ചെയ്യാൻ ഒരു അറ്റ്മോസ്ഫിയർ നമ്മൾ ഉണ്ടാക്കി കൊടുത്താൽ ഇവർ നല്ല റിസൾട്ട് ഉണ്ടാക്കി തരും നമുക്ക്. അപ്പോൾ അത് നമ്മളവരെ പോസിറ്റീവായിട്ടാണ് അവർ നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ. ഞാൻ അവരോടൊക്കെ പറയുന്നൊരു കാര്യം, നമുക്കൊരു കുടുംബം പോലെ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ നമ്മൾ നോക്കണം. അതുപോലെ തന്നെ ഏത് കൃഷി ഏത് അളവിൽ ഏത് കാലയളവിൽ ചെയ്യണമെന്നുള്ളതിന് കൃത്യമായൊരു അതിനിപ്പോൾ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി നമ്മുടെ കേരളത്തിലെ കൃഷിയെ സംബന്ധിച്ച് കൃഷിക്കാർക്ക് നല്ല ദിട്ടുണ്ടായിരുന്നു. അത് ഞാറ്റുവേലകളൊക്കെ തന്നെ അതിനനുസരിച്ചാണ് ക്രമപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഓരോ കാലഘട്ടത്തിൽ ഏതൊക്കെ നെല്ലെപ്പോൾ കൃഷി ചെയ്യണം, പിന്നെ മണ്ണിനടിയിലുള്ള ഉണ്ടാവുന്ന എപ്പോൾ കൃഷി ചെയ്യണം, മണ്ണിന് മുകളിലുണ്ടാവുന്ന എപ്പോൾ ചെയ്യണം, പയർവർഗ്ഗങ്ങൾ എപ്പോൾ ചെയ്യണം, ഇങ്ങനെയുള്ള പല കാര്യത്തിലും വ്യക്തമായിട്ടുള്ള കാലാവസ്ഥ നിരീക്ഷണത്തിന് അടിസ്ഥാനപ്പെടുത്തിയുള്ള ഷെഡ്യൂളൊക്കെ നമുക്കുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും നമ്മളിപ്പോൾ ഫോളോ ചെയ്യാത്തതുകൊണ്ട്. പക്ഷേ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഇപ്പോൾ
ഒരു വിള സംഹിത എന്നൊരു സംഹിത ഇറക്കിയിട്ടുണ്ട്. അവരെല്ലാ കൊല്ലം അവരവരുടെ മെഗ്ന കാർട്ടയാണത്. അത് കൃഷി ഓഫീസർമാർ മുതൽ എല്ലാ സയൻറ്റിസ്റ്റുകളും ഫോളോ ചെയ്യുന്ന എല്ലാ വിളകളെ സംബന്ധിച്ചും കലണ്ടറുണ്ട്. ഒരു കലണ്ടർ, ഒരു സംഹിതയാണ് അവർ ഇറക്കുന്നത്. അത് ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ച പുറത്തിറക്കണ്ടായി. ഞാൻ ആ സംഹിത മലയാളത്തിലാക്കി കേരളത്തിലെ എല്ലാ കൃഷി ഓഫീസുകളിലും 5000 കോപ്പി വീതം കൊടുക്കാൻ തീരുമാനിക്കുകയാണ്. അതിനടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ വിളയെ സംബന്ധിച്ചുള്ള ഒരു ഷെഡ്യൂൾ കൃത്യമായി തന്നെ പാലിക്കുമെന്ന് ഉറപ്പുണ്ടാക്കുക എന്നുള്ളതാണ് ഒരു കാര്യം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നടീൽ വസ്തുക്കൾ കൊടുക്കേണ്ട സമയത്ത് കൊടുക്കുക, വളം കൊടുക്കേണ്ട സമയത്ത് വളം കൊടുക്കുക, ആ കാര്യങ്ങളെല്ലാം ഒരു കൃത്യത ഉണ്ടാക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തും. അതുപോലെ തന്നെ ഈ കൃഷിക്കാരൻ ഉൽപ്പാദിപ്പിക്കുന്ന വിളവ് മാർക്കറ്റിലെത്തുന്നു, അത് വലിയ കമ്പോളക്കാർ അല്ലെങ്കിൽ വലിയ മുതലാളിമാർ അത് എടുത്തുകൊണ്ട് പോകും. എന്നിട്ട് അവർ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി വിൽക്കുന്നു. അതിൻ്റെ വലിയ ലാഭം അവർ തന്നെ എടുക്കുന്നു, അല്ലെങ്കിൽ ഇടനിലക്കാരെടുക്കുന്നു. ഇതിൻ്റെ ഒരു അംശ ലാഭം, ഒരു അവകാശ ലാഭം കർഷകന് കിട്ടേണ്ടതല്ലേ? അല്ല, അതിനൊരു നല്ല, ഇപ്പോൾ ഞാൻ ഉരുളക്കിഴങ്ങ് 1 കിലോ ഉരുളക്കിഴങ്ങിന് 40 രൂപയ്ക്ക് മേടിക്കുമ്പോൾ പെപ്സി കമ്പനി അത് ചിപ്സായിട്ട് വിൽക്കുമ്പോൾ 1 കിലോന് 600 രൂപ വരും. 600 രൂപയാണ്. അപ്പോൾ ഇതിൻ്റെ എത്ര ഇരട്ടിയാണ് അവൻ വാങ്ങുന്നത്? അപ്പോൾ അവന് വരുന്ന ആ വാല്യൂ അഡീഷന് വേണ്ടി വരുന്ന എല്ലാ പരസ്യം എല്ലാം കഴിച്ചാലും വലിയ ലാഭം കിട്ടുകയാണ്. ഈ പാവപ്പെട്ട കൃഷിക്കാരന് കിട്ടുന്ന നിസ്സാരമായ പൈസയ്ക്കാണ് അവനത് കൊടുക്കേണ്ടി വരുന്നത്. അപ്പോൾ അതിലൊരു വിഹിതം ഈ കൃഷിക്കാരന് കിട്ടത്തക്ക വിധത്തിലുള്ള സംവിധാനം ഉണ്ടാക്കേണ്ടത് വളരെ ആവശ്യമാണ്. അതെ. അപ്പോൾ അതിനകത്തൊരു പ്രശ്നം, ഈ കൃഷിക്കാരൻ്റെ ഇടയിലുള്ള ഇടനിലക്കാരനെ ഒഴിവാക്കാൻ ആണ് സർക്കാരിൻ്റെ റോൾ അവിടെയാണ്. അപ്പോൾ അതിലൊരുപാട് പ്രശ്നങ്ങൾ, നമ്മളിപ്പോൾ വിചാരിക്കുന്ന പോലെ ഇതിൻ്റെ ചരടൊന്നും ഇവിടെയൊന്നുമല്ല. ഇവിടുത്തെ വിളയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുടെ ചരട് ഇവിടെയല്ല. കാണാച്ചരടെന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു കാര്യം പറയാം, റബ്ബറിൻ്റെ ചരട് എവിടെയാണോ? അല്ല. കൃഷി വകുപ്പിന് ഒരു ബന്ധം റബ്ബറിൻ്റെ കൃഷിയായിട്ടില്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. റബ്ബർ ബോർഡാണ്, ലിസ്റ്റിലേ. കൃഷി വകുപ്പിൻ്റെ ഇതിലല്ല. അപ്പോൾ ഞങ്ങൾ ഉദ്ദേശിക്കുന്നൊരു കാര്യം, ഈ സെൻസിറ്റീവ് ക്രോപ്പുകളിൽ പെടുത്തി കഴിഞ്ഞാൽ ഈ വേൾഡ് ഈ പറയുന്ന ആസിയാൻ കരാറിൽ നിന്നും എക്സംപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ആ ലിസ്റ്റിലേക്ക് നമ്മുടെ കേരളത്തിൻ്റെ നാളികേരം, അതുപോലെ തന്നെ റബ്ബർ, അങ്ങനെയുള്ള നമ്മുടെ അഗ്രികൾച്ചർ പ്രോഡക്ട്സിനെ അതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തണം. ഇപ്പോൾ കർണാടക സ്റ്റേറ്റ് അരിക്കനട്ട് അവരതിനകത്ത് ഉൾപ്പെടുത്തി. അരിക്കനട്ട് ഉൾപ്പെടുത്തിയപ്പോൾ അരിക്കനട്ടിൻ്റെ ഒരു വില അവർ നിശ്ചയിക്കുന്ന വിലയിൽ അതിനേക്കാൾ കുറച്ച് വിലയ്ക്ക് ഇറക്കുമതി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവിടെ ഒരു ബാർ വന്നു. അപ്പോൾ കൃഷിക്കാരൻ്റെ വില അവിടെ അപ്പോൾ ഇവിടെ ഈ നമ്മുടെ വില നിശ്ചയിക്കുന്നതിൻ്റെ അധികാരം പോലും മൾട്ടിനാഷണൽ കമ്പനികളിലേക്ക് പോകുന്ന കരാറുണ്ടാക്കിയിട്ട് നമ്മൾ ഇവിടുത്തെ കൃഷിക്കാരൻ്റെ പ്രശ്നം ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ ഇതിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ ഇവിടെ മാത്രം കിടക്കുന്നതല്ല. അരിയുടെ വിലയായിക്കൊള്ളട്ടെ, എല്ലാ സാധനങ്ങളുടെ വില നിയന്ത്രിക്കുന്നതിൽ നമ്മൾ മാത്രമല്ല അതിനകത്ത് നിൽക്കുന്നത്. പക്ഷേ സംസ്ഥാനത്തിൻ്റെ അധികാരത്തിൻ്റെ പരിധിയിൽ ചെയ്യാവുന്ന അതിൻ്റെ ക്രോപ്പുകളും അതിൻ്റെ, ഇപ്പോൾ റബ്ബറിൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല, കാരണം അത് നമ്മുടെ നിയന്ത്രണത്തിൽ നിൽക്കുന്നത്. അപ്പോൾ അതല്ലാത്ത കാര്യങ്ങളിൽ നമുക്ക് ചെയ്യാൻ കഴിയാവുന്ന, അതല്ലാത്ത കാര്യത്തിൽ തന്നെ അങ്ങ് ഇടപെട്ടിട്ടുണ്ട്. പച്ചക്കറി വിപണനത്തിൽ, പ്രത്യേകിച്ച് ഹോർട്ടികോർപ്പ് പോലെയുള്ള സ്ഥാപനങ്ങളുടെ പച്ചക്കറി വിപണനത്തിൽ ഇപ്പോൾ തെക്കൻ മേഖലയിൽ കുറേ ഔട്ട്ലെറ്റുകളുണ്ട് എന്നുള്ള അല്ലാതെ മലബാറിലെങ്ങും ഹോർട്ടികോർപ്പിന് എത്താൻ കഴിഞ്ഞിട്ടില്ല. അല്ല, അതിന് കാരണം ആകെ 500 ഔട്ട്ലെറ്റാണ് ഈ ഹോർട്ടികോർപ്പ്. നമ്മുടെ ഒരു മാർക്കറ്റ് ഷെയർ എന്ന് പറഞ്ഞാൽ വളരെ വളരെ ചെറിയൊരു മാർക്കറ്റ് ഷെയറാണ്. ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ തന്നെ ഒരു 20% പോലും നമുക്ക് പർച്ചേസ് ചെയ്യാനോ, അതിൻ്റെ മാർക്കറ്റിൻ്റെ ഒരു 10% താഴെ പോലും നമുക്ക് മാർക്കറ്റ് ഷെയർ ഇല്ലാത്തൊരു സ്ഥാപനമാണ് ഈ ഹോർട്ടികോർപ്പ്. പക്ഷെ അങ്ങനെയല്ല വേണ്ടിയിരുന്നത്. ഹോർട്ടികോർപ്പും BFPCക്കൊക്കെ ഉണ്ടാക്കിയതിന് വേണ്ടിയാണ്. ഈ കൃഷിക്കാർ ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മൾ വാങ്ങുക, അവർക്ക് ന്യായമായ വില കൊടുക്കുക, അവർക്ക് വേണ്ട താല്പര്യം സംരക്ഷിക്കുക. അതേസമയത്ത് തന്നെ കൃഷി പ്രൊമോട്ട് ചെയ്യുക, ആധുനിക സംരംഭങ്ങൾ കൊണ്ടുവരിക, SHM പിന്നെ വന്നതിൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ള സ്കീമുകളൊക്കെയാണ്. പക്ഷേ ഇവിടെ സംഭവിച്ചെന്താ, ഇവിടെ ഇതൊന്നും കർഷകന്, ഇപ്പോൾ ആനയറ സൂപ്പർ മാർക്കറ്റ് കൃഷിക്കാരൻ്റെയാണ്. അവിടെ മുഴുവനും പിന്നെ ഹോൾസെയിൽ കച്ചവടക്കാർക്ക് സ്ഥലം കൊടുത്തിരിക്കുകയാണ്. അവിടെ മലക്കറി കച്ചവടക്കാർ തമിഴ്നാട്ടിൽ നിന്നും കൊണ്ടുവരുന്ന മലക്കറി വിൽക്കുന്നവർക്ക് വേണ്ടി കൊടുത്തിരിക്കുകയാണ്. അവരിപ്പോൾ എൻ്റെ അടുത്ത് ചർച്ചയ്ക്ക് ഞാൻ പറഞ്ഞു, നിങ്ങളായിട്ട് ഒരു ചർച്ചയില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് അടച്ചു പൂട്ടേണ്ടി വന്നാലും ശരി, അത് ഇനി അങ്ങനെ കച്ചവടക്കാർക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അത് കൃഷിക്കാർക്കുള്ള സ്ഥലമാണ്. ഇനി അത് കൃഷിക്കാർക്ക് അതിനോട് എന്ത് നഷ്ടം സംഭവിച്ചാലും ശരി, ഞങ്ങളാ നഷ്ടം ഞങ്ങൾ കൃഷിക്കാരിൽ നിന്ന് സഹിച്ചോളാം എന്ന് പറഞ്ഞിരിക്കുകയാണ്. അവിടെ നടക്കുന്ന ഈ ഹോർട്ടികോർപ്പിനെ കുറച്ചുകൂടി ശക്തിപ്പെടുത്തണം. ഹോർട്ടികോർപ്പിൻ്റെ പ്രവർത്തനങ്ങളെ കുറച്ച് ട്രാൻസ്പെറൻ്റ് ആക്കണം. അതിൻ്റെ വിപണന ശൃംഖല വർദ്ധിപ്പിക്കണം. അതിൻ്റെ പർച്ചേസിങ് കപ്പാസിറ്റിയും റീറ്റെയിൽ ഷോപ്പുകളുടെ കപ്പാസിറ്റിയും വർദ്ധിപ്പിക്കണം. മാത്രമല്ല അതിൻ്റെ മൊത്തം ഒരു ലൈൻ ഓഫ് വർക്ക് കംപ്ലീറ്റ് മാറ്റണം. അതുപോലെ തന്നെ ഈ കേരളത്തിൽ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നുണ്ട്. ഒരു കാർഷിക ബഡ്ജറ്റ് വേണമെന്ന് ഈ രംഗത്തുള്ള പല ആളുകളും ആവശ്യപ്പെട്ടിട്ടുണ്ട്.
അത് നടക്കൂ? അത് നടക്കുമെന്ന് വെച്ചാൽ ഞാനത് കഴിഞ്ഞ ദിവസം പല ആളുകളും ചർച്ച നടത്തിയതാണ് കാർഷിക ബഡ്ജറ്റ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഇവിടുത്തെ കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഒരു സാധനം വാങ്ങുമ്പോൾ അതിൽ 1% ഈ കൃഷിക്കാരന് കിട്ടണം. അവകാശമാണ് അവൻ്റെ. അതായത് ഇപ്പോൾ ഒരു പാക്കറ്റ് ഉപ്പേരി വാങ്ങുന്നു, കായ വറുത്തുണ്ടാക്കുന്ന ഉപ്പേരിയാണ്. കായ ഉൽപ്പാദിപ്പിക്കുന്ന കൃഷിക്കാരന് ഒരു അംശം അവന് അതിൻ്റെ ലാസ്റ്റ് പോയിന്റിൽ അവന് കിട്ടണം. അതുപോലെ ഓരോ കാര്യങ്ങളിലും നമുക്ക് കൃഷിക്കാരന് കിട്ടേണ്ടതായിട്ടുള്ള സാധനങ്ങൾ അവന് കിട്ടണം. അപ്പോൾ അതുകൊണ്ട് ഈ ഉപഭോക്താവായിരിക്കും നമ്മൾ നല്ല രുചികരമായിട്ടുള്ളൊരു ഭക്ഷണം കഴിക്കുന്നു. ആ രുചികരമായിട്ടുള്ളൊരു ഭക്ഷണം കഴിക്കുമ്പോൾ ആ രുചികരമായ ഭക്ഷണം ഉണ്ടാക്കി തന്ന അതിൻ്റെ ബേസിക് പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന ആൾ നമുക്ക് അത് നിന്നുകൊണ്ടാണ് നമുക്ക് നാളെ ഇത് കിട്ടണ്ടേ. അപ്പോൾ അവനെ നിലനിർത്തേണ്ട ആവശ്യം നമുക്കുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും ആദ്യം ചെയ്യേണ്ടത് എന്താ, ഇതിലൊരു വിഹിതം കൊടുക്കണം. അപ്പോൾ അങ്ങനെ നമുക്ക് കൃഷിക്ക് വേണ്ടി തന്നെ ഒരു വലിയൊരു വിഹിതം കിട്ടിക്കഴിഞ്ഞാൽ ആയിരക്കണക്കിന് കോടി രൂപ കൃഷിയിലേക്ക് വരും. ധാരാളം ആളുകൾ. അപ്പോൾ കൃഷിക്ക് വേണ്ടി ഒരു ബഡ്ജറ്റ്, അത് കൃഷി മാത്രമല്ല, അത് മൃഗസംരക്ഷണം. അപ്പോൾ നമ്മൾ ഈ ജൈവ കൃഷിയിലേക്ക് പോകുമ്പോൾ നമ്മളെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ മൃഗസംരക്ഷണമാണ്. കാലിവളർത്തലും കൃഷിയില്ല എന്ന് മാത്രമല്ല, ജൈവ കൃഷി തീരെയില്ല. അപ്പോൾ ജൈവ കൃഷിയിലേക്ക് നിങ്ങൾ ഒരു സ്റ്റെപ്പ് വെക്കണമെങ്കിൽ അതിൻ്റെ കൂടെ ഈ സ്റ്റെപ്പും കൂടെ വെച്ചില്ലെങ്കിൽ ജൈവ കൃഷി പരാജയപ്പെടും. അപ്പോൾ ഇപ്പോൾ കാർഷിക ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് മൃഗസംരക്ഷണം, കൃഷി, ഇറിഗേഷൻ തീർച്ചയായിട്ടും വരും. ഈ 3 ഘടകങ്ങളും കൂടെ ചേർത്ത് വെക്കുന്ന ഒരു ബഡ്ജറ്റ് എന്ന നിലയിലേക്ക് ഉണ്ടായി വന്നാലേ ഈ കാർഷിക ബഡ്ജറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റിലേക്ക് എത്തുള്ളൂ. അത് നമുക്ക് കൊണ്ടുവരാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അത് ഞാൻ അങ്ങനെ ഒരു ഇതിന് വേണ്ടിയിട്ടല്ല, കൃഷിക്കാരൻ്റെ താല്പര്യം വെച്ചുകൊണ്ട് അത് അങ്ങനെ വരികയാണെങ്കിൽ കൃഷിക്ക് വലിയ പ്രാമുഖ്യം കിട്ടും. കാരണം കൃഷി എന്ന് പറയുമ്പോൾ ഇപ്പോൾ റെയിൽവേ ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നതുകൊണ്ടാണ്. വളരെ ശ്രദ്ധിക്കും. നമുക്ക് യാത്രാ സൗകര്യങ്ങൾ, എല്ലാ കാര്യങ്ങളെല്ലാം ജനങ്ങളുടെ ബാധിക്കുന്ന വിഷയമാണ്. ഈ കൃഷി എന്ന് പറയുന്നത് ഏറ്റവും വൈഡായിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൃഷി മാത്രമല്ല, അതിനകത്ത് എൻവയൺമെൻ്റ് ഉണ്ട്, വാട്ടർ റിസോഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഗ്ലോബൽ വാർമിംഗ് ഇഷ്യൂ ഉണ്ട്, ഈ ഇഷ്യൂസ് എല്ലാം സംസ്കാരമുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ചേരുന്ന സംഗതിയാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് കൃഷിയുടെ പ്രാധാന്യം കുറച്ചുകൂടെ ജനങ്ങളിലേക്ക് എത്തിക്കണമെങ്കിൽ, അല്ലെങ്കിൽ അതിന് പ്രാധാന്യം കിട്ടണമെങ്കിൽ കൃഷിക്ക് വേണ്ടി ഒരു പ്രത്യേക ബഡ്ജറ്റ് തന്നെ വേണ്ടതൊരു ആവശ്യമാണ്. നാളെ LDF ഗവൺമെൻറ് അധികാരത്തിലേറ്റിട്ട് 50 ദിവസമാണ്. എനിക്ക് തോന്നുന്നു അന്തിക്കാട് നിന്നും ഒരു കൃഷിമന്ത്രി, ഇത്രയും കൃഷിക്ക് വേണ്ടി ഇത്രയും സുന്ദരസുരഭരമായ ഒരു ഭൂമിയാണ് അന്തിക്കാട്. എല്ലാവരും ഞങ്ങളൊക്കെ അവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ അവിടുത്തെ ഒരു മന്ത്രി, ഒരുപക്ഷെ അന്തിക്കാടുകാരൻ തന്നെ ആയിരിക്കണം കൃഷിമന്ത്രി എന്ന് പലപ്പോഴും ആഗ്രഹിച്ചു പോയിട്ടുണ്ട്. അങ്ങ് വിദൂരത്തിൽ കാണുന്ന ഒരു സ്വപ്നം, അതായത് കേരളത്തിൻ്റെ ഭക്ഷ്യ സ്വയം പര്യാപ്തതയിൽ വിദൂരത്തിൽ കാണുന്ന ഒരു സ്വപ്നം എന്താ? എൻ്റെ വലിയൊരു സ്വപ്നം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഒരു ജൈവ വൈവിധ്യമുണ്ട് കേരളത്തിൻ്റെ, അതിനെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയുക എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം. അതായത് നമ്മുടെ വിവിധതരം നെല്ലുകൾ, വിവിധതരം മാങ്ങകൾ, നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള ഭക്ഷണശീലങ്ങൾ, കിഴങ്ങ് വർഗ്ഗങ്ങൾ, നമ്മുടെ തൊടിയിലും തോട്ടത്തിലൊക്കെ ഉണ്ടായിരുന്ന പണ്ട് കാലത്തെ എല്ലാ തരത്തിലുള്ള നമ്മുടെ വൈവിധ്യമാർന്ന വേലിപ്പടർപ്പുകളിലും തൊടിയിലൊക്കെ ഉണ്ടാകുന്ന ഒരു പരിചരണമില്ലാത്തുണ്ടാകുന്ന അത്തരം സസ്യജാലങ്ങളുടെ കൂടി വളർച്ചയും, അതേ സമയത്ത് തന്നെ നമ്മുടെ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കാൻ ആവശ്യ നിലയിലുള്ള അതിൽ വളരെ സയൻറ്റിഫിക് ആയിട്ടുള്ള കൃഷി രീതിയും ഒക്കെ സമന്വയിപ്പിച്ചുകൊണ്ട് കേരളത്തിൻ്റെ കാർഷിക മേഖലയിൽ എന്താ പറയുക, വളരെ ജനകീയമായിട്ടുള്ളൊരു മുന്നേറ്റം നമ്മുടെ കാർഷിക മേഖലയിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നുള്ള എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം. കൃഷിയുടെ നഷ്ടപ്പെട്ടു പോയ കരുത്തും കാന്തിയും തിരിച്ചുകൊണ്ടുവരാൻ താങ്കൾ കഴിയട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. താങ്ക് യു. കൃഷിയിൽ ഒത്തിരി നന്മകളുണ്ട്. ഒരുപക്ഷെ അത് നമ്മുടെ സംസ്കാരം കൂടിയാവും. അന്തിക്കാട് നിന്നാണ് കൃഷിമന്ത്രി ശ്രീ VS സുനിൽകുമാർ വരുന്നത്. അന്തിക്കാടിൻ്റെ ഈ വിത്ത് കേരളത്തിൻ്റെ മണ്ണിൽ നല്ലവണ്ണം വേരോടും എന്നുറപ്പാണ്. എല്ലാ ഭാവങ്ങളും നേരുന്നു.